PV അൻവർ MLA ആരോപണങ്ങൾക്ക് പിന്നാലെ മലപ്പുറം പോലീസിൽ അടിമുടി മാറ്റം. ജില്ലാ പോലീസ് മേധാവി S ശശിധരനെ സ്ഥലം മാറ്റി. R വിശ്വനാഥനാണ് പകരം ചുമതല. മലപ്പുറം ജില്ലയിലെ 7 ഡിവൈഎസ്പിമാരെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. ADGP MR അജിത് കുമാറിനെതിരെയും സർക്കാർ നടപടിയെടുക്കുമെന്നാണ് വിശ്വാസമെന്ന് PV അൻവർ 24-നോട് പറഞ്ഞു. നമ്മൾ അത് ഉയർത്തിയ കാര്യങ്ങൾ ഗവൺമെന്റും പാർട്ടിയും ഉൾക്കൊണ്ട് അങ്ങനെ തീരുമാനം ഉണ്ടെങ്കിൽ ആശ്വാസവും സന്തോഷവും തന്നെയല്ലേ. ADGPയുടെ തൊപ്പിയും ഉടൻ തന്നെ തെറിക്കും എന്ന പ്രതീക്ഷയുണ്ടോ സി അൻവർ? 100% പ്രതീക്ഷിക്കുന്നുണ്ട്. അതില്ലാതെ ഈ കാര്യങ്ങൾ എവിടെ എത്തും? ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ അവിടെ ഇരുത്തുന്നത്, ഇനിയും ആ പൊസിഷനിൽ ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തുന്നത് ഈ അന്വേഷണത്തെ ഒരുപക്ഷെ ബാധിച്ചേക്കാം. ഷഫീദ് റാവുത്തർ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. ഷഫീദ്, PV അൻവറിന്റെ ആരോപണങ്ങൾ, അതിന് പിന്നാലെ നമ്മൾ കണ്ടതാണ് നിരവധിയായ പ്രതികരണങ്ങൾ വരുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് ഓർമ്മയുണ്ട് മലപ്പുറത്തെ ജില്ലാ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ അവിടെ ശശിധരനെതിരുള്ള വിമർശനം, അത് പരസ്യമായി ഉയർത്തുന്ന PV അൻവർ, പിന്നാലെ അദ്ദേഹത്തിന്റെ കുത്തിരിപ്പ് സമരം, ഇതൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശശിധരന്റെയും തൊപ്പിതെറിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്നു. ആ രീതിയിലുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുമ്പോൾ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അത് അൻവറിനൊപ്പം തന്നെ സർക്കാർ ഉണ്ട് എന്നതിന്റെ സൂചനയാണോ ഷഫീദ്? പ്രജൻ, അങ്ങനെ നമുക്ക് ഇക്കാര്യത്തെ വിശദീകരിക്കാം. നമുക്കറിയാം, PV അൻവർ ആഭ്യന്തര വകുപ്പിനെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, സംസ്ഥാനത്തിന്റെ ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ADGP MR അജിത് കുമാർ, ഇവരെ അടക്കം നേരിട്ട് വിമർശിച്ച രംഗത്തെത്താനുള്ള പ്രധാന കാരണം അത് ഈ സംഭവമായിരുന്നു, പ്രജൻ സൂചിപ്പിച്ച സംഭവമായിരുന്നു. ഏതായാലും അതടക്കം കാരണമായ ഉദ്യോഗസ്ഥരെ അടക്കം തലസ്ഥാനത്ത് നിന്ന് മാറ്റിയൊരു തീരുമാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമാണ് PV അൻവറിനൊപ്പമാണ് പാർട്ടി മുഖ്യമന്ത്രി എന്നുള്ള കാര്യം ഒന്നുകൂടി അടിവരയിടുന്നു. ഏതെങ്കിലും തരത്തിൽ ADGPയിലേക്ക് അത്തരം കാര്യങ്ങൾ പോകുമെന്നുള്ളത് മാത്രമാണ് ഇനി നിർണായകമാവുക. മലപ്പുറം ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെക്കുറിച്ച് രൂക്ഷമായ വിമർശനമാണ് PV അൻവർ ഉന്നയിച്ചത്. അത് സ്വർണ്ണക്കടത്ത് ബന്ധമടക്കമുള്ള കാര്യങ്ങൾ മാത്രവുമല്ല, ചില വ്യാജ കേസുകളടക്കം കെട്ടിച്ചമയ്ക്കുന്നു. അങ്ങനെ പല വിധത്തിലുള്ള വിമർശനങ്ങൾ PV അൻവർ ഉന്നയിച്ചു. ഇതിന് പിന്നാലെയാണ് DYSP മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ട് തീരുമാനമെടുത്തിട്ടുള്ളത്. 7 DYSPമാരെയും സ്ഥലം മാറ്റി ഇതിനോടകം തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മലപ്പുറം SP ആയിരുന്ന S ശശിധരനെ വിജിലൻസിലേക്ക് മാറ്റിയെന്ന സൂചനകൾ പുറത്തു വരുന്നു. പകരം പോലീസ് ആസ്ഥാനത്തെ AG ആയിരുന്ന R വിശ്വനാഥിന് മലപ്പുറത്ത് പകരം ചുമതല നൽകി എന്നുള്ളതാണ് സൂചന. മാത്രമല്ല, മലപ്പുറം മറ്റ് SP-യെയും മാറ്റിയിട്ടുണ്ട്. മലപ്പുറം ക്രൈംബ്രാഞ്ച് SP-യെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അടിമുടി മലപ്പുറം ജില്ലയിലെ പോലീസിന്റെ തലപ്പത്ത് ഒരു ശുദ്ധീകരണം ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് പോലീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിശ്വസിക്കുന്നു എന്നുള്ളതിന് കൂടി അതിനർത്ഥമാണ്. അൻവർ എഴുതി കൊടുത്ത ആരോപണങ്ങളിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നേരത്തെ അൻവർ ഉന്നയിച്ച ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം മലപ്പുറം SP-യും പിന്നീട് പത്തനംതിട്ട SP-യുമായിരുന്ന സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുത്തത്. സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപ് സംരക്ഷിക്കാൻ പലതരത്തിലുള്ള നീക്കങ്ങൾ നടന്നെങ്കിലും ഒടുവിൽ DGPയുടെ അടക്കം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു നടപടി എടുക്കേണ്ടി വന്നു. ഇപ്പോൾ മലപ്പുറം പോലീസിന്റെ തലപ്പത്തെങ്കിലും നടപടി എടുക്കുന്നതോടുകൂടി ഒരുപക്ഷെ കൂടുതൽ നടപടികളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സമീപനം അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രജിൻ, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്.